ഇടതുപക്ഷ മന്ത്രിമാർ അങ്ങനെ ആരോടും വെറും വാക്ക് പറഞ്ഞ് പറ്റിക്കാറില്ല. ഒരു ഉദാഹരണം കൂടി ദേ കണ്ടോളൂ. വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇന്നിപ്പോ ഒരു വീടിന്റെ പാലുകാച്ച് കർമ്മം നിർവഹിച്ചു. അക്ഷരമുറ്റം എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ ആ പരിപാടിയിൽ പങ്കെടുത്ത് അതിൽ വിജയിയായതിന്റെ പശ്ചാത്തലത്തിൽ അനുമോദന ചടങ്ങിൽ മന്ത്രിയുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തു. അതിൽ വീട് വേണമെന്ന് വിഘ്നേഷ് ആവശ്യപ്പെട്ടു. 2 മാസങ്ങൾക്ക് ശേഷം ഇന്ന് പാലുകാച്ച് നടക്കുകയാണ്. ദൃശ്യം ആദ്യം ആ കുറിപ്പ് കൊടുക്കുന്നതൊന്ന് കണ്ടോന്നേ. കണ്ടില്ലേ? ആ കുറിപ്പ് വാങ്ങി ചടങ്ങിൽ പങ്കെടുത്ത KSDA നേതാക്കളോടും ദേശാഭിമാനിയോടും സഹായിക്കാൻ പറ്റുമോ എന്ന് മന്ത്രി ആരാഞ്ഞു. അവർ സഹായിക്കാമെന്ന് ഏറ്റു. പിന്നീട് ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. 2 മാസം കൊണ്ട് വിഘ്നേഷിന് വീട് റെഡി. അതിനുശേഷം ആ കുഞ്ഞു പറഞ്ഞ വാചകം ഒന്ന് കണ്ടേ. എനിക്കൊരു വീടില്ല, സ്കൂളിന്റെ അടുത്തൊരു വീടില്ല സ്വന്തമായിട്ട്. എല്ലാരെയും സഹായിക്കുമെന്ന് മന്ത്രിയപ്പൂപ്പൻ എല്ലാരെയും സഹായിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മന്ത്രിയപ്പൂപ്പൻ എന്നെയും കൂടി സഹായിക്കണം എന്നായിരുന്നു. തീർച്ചയായും സന്തോഷമായി. മന്ത്രിയും പറഞ്ഞു സന്തോഷത്തിന്റെ വാക്കുകൾ. വിഘ്നേശൻ പറഞ്ഞു തന്നെയാണ്. വിഘ്നേശൻ പിന്നെ ദേശാഭിമാനി അക്ഷരമുറ്റം പരിപാടിയിൽ പങ്കെടുത്ത് സമ്മാനദാനം വാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു തുണ്ട് പേപ്പറിൽ ഒരു കാര്യം എഴുതി തന്നു. അത് തുറന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ പ്രശ്നം വന്നത്. ദേശാഭിമാനി KSDക്കാരും അത് ഏറ്റെടുത്ത് ഒരു സമയബന്ധിതമായി തന്നെ ആ വീടിന്റെ നിർമ്മാണം വിചാരിച്ചതിനേക്കാൾ തുക കൂടുതൽ മുടക്കിക്കൊണ്ട് പൂർത്തീകരിച്ച് നല്ല കാര്യം. ഇതാണ് മാനവികതയിലൂന്നിയ ഇടത് ഭരണവും ഇടതുപക്ഷ നേതാക്കളും. സഹായിക്കാൻ കഴിയുന്നവരെ, സഹായം അഭ്യർത്ഥിക്കുന്നവരെ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങ് വയനാട് ചൂരൽമലയിൽ നോക്കിയാലും ലോകത്തിന് പരിചിതമല്ലാത്ത ഒരു ടൗൺഷിപ്പ് അവിടെ ഉയരുന്നതും അതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനും ഒരു കാര്യമുണ്ട്. ഇവർ അധിക്ഷേപിക്കാറില്ലേ തൊഴിലാളി പാർട്ടി എന്ന്? അതെ, തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വളർന്നവരുടെ പാർട്ടിയാണ്. ആ പാർട്ടിയിലുള്ളവർക്കേ ഒരു വ്യക്തിയുടെ ഇല്ലായ്മയെക്കുറിച്ച് കേട്ടാൽ മനസ്സിലാകുള്ളൂ. തറവാടുകളിലെ അകത്തളങ്ങളിൽ ഉറങ്ങിയവർ, തറവാടുകളുടെ പ്രിവിലേജിൽ വളർന്നവർ, സാമ്പത്തികത്തിന്റെ സുഖശീതളമയിൽ വളർന്നവർക്ക് ഒരിക്കലും ഇത്തരം കുറിപ്പുകൾ കണ്ടാൽ സുരേഷ് ഗോപിയെ പോലെ തട്ടി അകറ്റി അത് പാർട്ടി സെക്രട്ടറിയിലേക്ക് കൊണ്ടു കൊടുക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ടും 2 തരം രൂപപ്പെടലാണ്. അതുകൊണ്ടാണ് വിഘ്നേഷിന് ഇന്നിപ്പോ ഒരു ചെറിയ കുറിപ്പിലൂടെ സ്വപ്നമായിട്ടുള്ള ആ വീട് ഉയർന്നത്.